അള്ളാഹുവിന് കൊടുക്കണം. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പടച്ചറപ്പ് തന്ന ഈ ആയുസുണ്ടല്ലോ, അത് 30 40 50 60 70 എത്ര കൊല്ലമാണെങ്കിലും അത് അള്ളാഹുവിന് കൊടുക്കണം. എന്നിട്ട് വാങ്ങണം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം തിരിച്ചു വാങ്ങാൻ കഴിയണം ചെറുപ്പക്കാരാ. അതിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത്, അതിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത്. അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നവര് അള്ളാഹു അവരെ പുകഴ്ത്തി പറയുകയാ. അള്ളാഹിന് വേണ്ടി ജീവിക്കുന്നവർ, പടച്ചറപ്പിന്റെ തൃപ്തി നോക്കുന്നവർ, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നന്മകൾ ചെയ്യുന്നവർ, അവരെ കുറിച്ച് അള്ളാഹു പുകഴ്ത്തി പറയുകയാണ്. അവരാരെന്നറിയുമോ? വമസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഇബ്തിഗാഅ മർളാത്തില്ലാഹ് വതസ്ബീതൻ മിൻ അൻഫുസിഹിം കമസലിൽ ജന്നതി ബിറബുവത്തിൻ അസ്വാബഹാ വാബിൽ. അല്ലാഹുവിന്റെ തൃപ്തി തേടിയിട്ട്, അള്ളാഹുവിന്റെ തൃപ്തി തേടിക്കൊണ്ട് നല്ല മനസ്സോടുകൂടി പ്രവർത്തിച്ച് ഉറച്ചു നിൽക്കുന്നവരുണ്ടല്ലോ, സമ്പത്ത് ചെലവഴിക്കുന്നവരുണ്ടല്ലോ, സദഖ കൊടുക്കുന്നവരുണ്ടല്ലോ, വഴിപ്പെടുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവരെ കുറിച്ച് അള്ളാഹു പറയുകയാ. അള്ളാഹുവേ, അവരെ കൊണ്ട് പടച്ചവന് തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവും അവരെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവും അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള വഴി എന്താ? അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയവരാരാണ്? സത്യവിശ്വാസികളുണ്ടല്ലോ, ശുഹദാക്കളുണ്ടല്ലോ, മലക്കുകളുണ്ടല്ലോ. അള്ളാഹുവിന്റെ തൃപ്തി ഒരു മനുഷ്യന് ലഭിച്ചാൽ എന്തിനാ സിറാജ് അള്ളാന്റെ തൃപ്തി കിട്ടിയിട്ട് ഞങ്ങൾക്കെന്ത് നേട്ടമാ എന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ. അവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പടച്ചവനെ, പ്രവാചകന്മാര്, ശുഹദാക്കള്, മലക്കുകള്, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മുഴുവനും ശഫാഅത്ത് ചെയ്യാനുള്ള കഴിവുണ്ട്. അള്ളാന്റെ തൃപ്തി ആർക്ക് ലഭിച്ചിട്ടുണ്ടോ, അത് ഏത് മനുഷ്യനാകട്ടെ, മലക്കാകട്ടെ, ആണാകട്ടെ, പെണ്ണാകട്ടെ, ആലിമാകട്ടെ, സാധാരണക്കാരനാകട്ടെ, ഏതെങ്കിലും ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയാ അള്ളാഹു അവനെ എങ്ങനെയാണ്, അള്ളാഹു അവന് കൊടുക്കുന്ന ഭാഗ്യം എന്തെന്നറിയുമോ? അവൻ ഇഷ്ടമുള്ളവർക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കാൻ, അവരിഷ്ടമുള്ളവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹു ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പടച്ചറബ് തൃപ്തിപ്പെട്ടാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അതാ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കള് 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. അള്ളാഹുവിന്റെ അതിഥികൾക്ക് 400 പേരെ കൊണ്ടുപോകാം. അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ചവന് 40 പേരെ കൊണ്ടുപോകാം. അള്ളാഹുവേ, ആലിമീങ്ങൾക്ക് 10 പേരെ കൊണ്ടുപോകാം. ഖുർആനിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അവർ ഇഷ്ടമുള്ളവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഇതുപോലെ പടച്ചറബ് നാളെ പരലോകത്ത് വെച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള, ശഫാഅത്ത് ചെയ്യാനുള്ള കഴിവ് അല്ലാഹു കൊടുക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, യൗമഇദിൻ ലാ യൻഫഉ ശഫാഅതു ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ വറളിയ ലഹു ഖൗലാ. വെറുതെ പറഞ്ഞതല്ല, അള്ളയാണ് പറയുന്നത്. അന്നേ ദിവസം കാരുണ്യവാൻ ആരുടെ കാര്യത്തിൽ അനുമതി നൽകുകയും അവരുടെ വാക്ക് തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നുവോ അവനല്ലാതെ ശുപാർശന പ്രയോജനപ്പെടുകയില്ല. അള്ളാഹു തൃപ്തിപ്പെട്ടവർക്കാണ് അവിടെ നിന്ന് ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത കൊടുക്കുന്നതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ തൃപ്തി നേടണേ, അള്ളാഹുവിന്റെ തൃപ്തി നേടണേ. ആ തൃപ്തിയില്ലാതെ നമുക്ക് രക്ഷയില്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നബിയേ?
അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നബിയേ? റസൂലുള്ളാഹി പറയുന്നു, സ്വഹാബാ, ചില നന്മകൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ. ഈ പറയുന്ന നന്മകൾ ജീവിതത്തിൽ ചെയ്താൽ അവൻ അള്ളാഹുവിന്റെ തൃപ്തിയുണ്ട്, അവൻ അള്ളാഹുവിന്റെ പൊരുത്തമുണ്ട്, അവൻ ഈമാനുള്ള മരണമുണ്ട്, അവൻ അള്ളാഹുവിന്റെ സ്വർഗമുണ്ട്, അവന് നാളെ പടച്ച റബ്ബിന്റെ ലിഖാ ഉണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ